കോതമംഗലം നീണ്ടപാറയിൽ കാട്ടാന മറിച്ചിട്ട പന ദേഹത്ത് വീണ് ബൈക്ക് യാത്രക്കാരിക്ക് ദാരുണാന്ത്യം. എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനിയായ ആൻമേരിയാണ് മരിച്ചത്. ബൈക്ക് യാത്രക്കാരനായ അൽത്താഫ് പരിക്കേറ്റ് ചികിത്സയിലാണിപ്പോൾ. റിയ ബേബി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റിയ, അതിദാരുണമായ സംഭവമാണ്. എപ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്? എന്താണ് സംഭവിച്ചത്? ഇന്നേരം 6 മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കട്ടപ്പനയിൽ നിന്ന് കോതമംഗലത്തേക്ക് വരികയായിരുന്നു. ഈ കോതമംഗലത്ത് തന്നെ സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥികളായ ആൻമേരിയും അതോടൊപ്പം തന്നെ അൽത്താഫും ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിന് മുകളിലേക്കാണ് സമീപത്തെ റോഡിന് സമീപത്തുണ്ടായിരുന്ന ഒരു പന കാട്ടാന മറിച്ചിട്ടത്. ദേഹത്ത് വീണ് ബൈക്കിന്റെ പിന്നിലിരുന്ന ആൻമേരിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. നേര്യമംഗലത്തെ ആശുപത്രിയിലും അതിനുശേഷം കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും കുട്ടിയെത്തിച്ചെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താനായില്ല. ഗുരുതരമായി തലയ്ക്ക് പരിക്കേറ്റതാണ് മരണകാരണമായത്. 21 വയസ്സാണ് ആൻമേരിക്കും ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന അൽത്താഫിനുമുള്ളത്. അൽത്താഫ് എറണാകുളം കോതമംഗലം സ്വദേശി തന്നെയാണ്. ആൻമേരി പാലക്കാട് കഞ്ചിക്കോട് സ്വദേശിനിയാണ്. കോതമംഗലത്ത് പഠിക്കുകയാണ്. സംഭവം ആളുകൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചേർന്ന് അപകടം നടന്നതിന് ശേഷം ആളുകൾ ചേർന്ന് ഈ മരം നീക്കി കുട്ടികളെ പുറത്തെത്തിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അൽത്താഫിനും പരിക്കുകളുണ്ട്, പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമല്ല. ഇപ്പോഴും കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെ ചികിത്സ തുടരുകയും ചെയ്യുന്നുണ്ട്. ആൻമേരിക്ക് ഗുരുതരമായി തലയിലടക്കം. റിയയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ചെമ്പൻകുഴി വാർഡ് മെമ്പറായ ശ്രീ ഹരീഷ് രാജൻ നമ്മളുടെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഹരീഷ് രാജൻ, എന്താണ് സംഭവിച്ചത്? താങ്കൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്? നിലവില് കട്ടപ്പനയിൽ നിന്നും കോതമംഗലം ഭാഗത്തേക്ക് വരുന്ന ബൈക്കിലേക്കാണ് ഈ കാട്ടാന പനമരം തള്ളിയിട്ടത്. അപ്പൊ അതിനുശേഷം ബൈക്കിന് ബാക്കിലിരുന്ന് സഞ്ചരിക്കുകയായിരുന്ന യുവതിക്ക് വളരെ സീരിയസ് ആയിട്ട് പരിക്കേൽക്കുകയും കോതമംഗലം മാർ ബെസോലിയസ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ വെച്ച് മരണം സംഭവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നിലവിൽ ആ ബോഡി കളമശ്ശേരി മെഡിക്കൽ കോളേജിലോട്ട് മാറ്റിയിട്ടുണ്ട്. കൂടെ ഉണ്ടായിരുന്ന യുവാവ് സാരമായ പരിക്കുകളോടുകൂടി കോതമംഗലം ബെസോലിയസ് ഹോസ്പിറ്റലിലാണ് നിലവിലുള്ളത്. ഈ സംഭവം നടന്ന ഉടനെ തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പറ്റിയിരുന്നു? ആശുപത്രിയിലേക്ക് എത്തിച്ചത് അവിടുത്തെ തൊട്ടടുത്ത് നഗരംപാറ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ട്. ഫോറസ്റ്റിന്റെ ഒരു SHO സ്റ്റേഷൻ ഉണ്ട്. അവിടെയുള്ള ഫോറസ്റ്റുകാരാണ് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ഇപ്പോഴീ അപകടം നടന്ന സ്ഥലത്ത് കാട്ടാനയുടെ ഒരു സാന്നിധ്യമുണ്ടോ? ഉണ്ട്. നാട്ടുകാരുടെ ചെറിയ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും പിരിഞ്ഞു പോയിട്ടുള്ള സാഹചര്യമാണുള്ളത്. അല്ല, കാട്ടാനയുടെ ഒരു സാന്നിധ്യം ഇപ്പോഴാ പ്രദേശത്തുണ്ടോ? അങ്ങനെയാണല്ലോ ഒരു അപകടം ഉണ്ടോ? സാഹചര്യം സ്ഥിരമായിട്ട് ഉള്ള ഒരു പ്രദേശമാണ് ഇത്. ഒരു 6-7ഓളം കാട്ടാനകൾ സ്ഥിരമായിട്ട് ആ ഏരിയയില് സ്ഥിരമായിട്ടുള്ളതാണ്. അതെ, ഇപ്പോഴീ ഒരു കാട്ടാനയുടെ കാര്യം പറയുമ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ പ്രദേശത്തുണ്ടായിരുന്നയാണോ? ഉണ്ടായിരുന്നതാണ്. സ്ഥിരമായിട്ട് ഇവിടെ കാട്ടാനകള് സ്ഥിരമായിട്ട് പ്രദേശമാണ്. വലിയ പ്രശ്നം ഉണ്ടാക്കാറുണ്ടോ നാട്ടുകാർക്ക്? ഈ കാട്ടാനകൾ ഇറങ്ങി വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് ഈ നീണ്ടപാറ എന്ന് പറയുന്നത്, അല്ലേ? എനിക്ക് ക്ലിയർ ആവുന്നില്ല, ഒന്നോട്ടൊന്ന് പറയാമോ? അതായത് ഈ കാട്ടാനകൾ ഇറങ്ങി സ്ഥിരം പ്രശ്നം ഉണ്ടാക്കുന്ന മേഖലയാണോ ഈ നീണ്ടപാറ എന്ന് പറയുന്ന പ്രദേശം? അതെ, സ്ഥിരം പ്രശ്നമുള്ള മേഖലയാണ്. നേര്യമംഗലം റേഞ്ചിന്റെ നഗരംപാറ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയാണിത്. ഈ കൂടെ ഉണ്ടായിരുന്ന ആളുടെ ആരോഗ്യം ഇപ്പോൾ എങ്ങനെയുണ്ട്? ആരോഗ്യനില തൃപ്തികരമാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. അതെ, ശരി. വളരെ നന്ദി ശ്രീ ഹരീഷ് രാജൻ പ്രതികരിച്ചതിന്. റിയ ബേബി തുടരുന്നുണ്ട്. റിയ, സ്ഥിരം ഈ കാട്ടാനയുടെ സാന്നിധ്യമുണ്ട്, നാട്ടുകാർക്കൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. നിലവിൽ അവിടുത്തെ ഒരു അവസ്ഥ എന്താണ്? ഈ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളെ കുറിച്ചുള്ള വിവരങ്ങളും ലഭ്യമായിട്ടുണ്ടോ? അൽത്താഫിന് എങ്ങനെയുണ്ട്? അൽത്താഫിനും കഴുത്തിന് പരിക്കുണ്ട്. ഒപ്പം തന്നെ ശരീരത്തിൽ പലയിടങ്ങളിലെ ഈ മരം വീണതിന്റെ പരിക്കുകളുണ്ട്. പക്ഷെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നതാണ് ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. കോതമംഗലം ബെസേലിയോസ് ആശുപത്രിയിലാണ് അൽത്താഫ് ഇപ്പോഴും ഉള്ളത്. ചികിത്സ പുരോഗമിക്കുന്നുണ്ട്. അവിടെ ചികിത്സ തുടരുകയാണ്. അതോടൊപ്പം തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നതാണ് ആശുപത്രിയിൽ നിന്ന് അറിയുന്നത്. കോതമംഗലം സ്വദേശി തന്നെയാണ് അൽത്താഫ്. ഇരുവരും കോതമംഗലത്ത് തന്നെ സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു. അതോടൊപ്പം തന്നെ ആളുകൾ പറയുന്നത് ഈ കട്ടപ്പന ഇടുക്കിയിലേക്കൊക്കെ പോകുന്ന ഈ നീണ്ടപാറ ചെമ്പൻകുഴി മേഖലയിലെ പതിവായി ആനകളുടെ ശല്യം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയൊക്കെ ആളുകൾ സ്ഥിരമായി അറിയിക്കാറുണ്ട്. ഇരുജനവാഹ പലപ്പോഴും ഭീഷണിയായി മാറുന്ന ഒരു
മേഖല കൂടിയാണത്. അതുകൊണ്ട് തന്നെ ആന റോഡിൽ കാണുകയും മറ്റും ചെയ്ത ആളുകൾ ഭയപ്പെട്ട് മാറുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം നിരന്തരം ഉണ്ടാകാറുണ്ട്. ഒരു കാടിന്റെ സൈഡാണ്, ഒരു വശം ഈ റോഡ് കാടിനോട് ചേർന്ന് പോകുന്ന റോഡാണ്. അതുകൊണ്ട് തന്നെ അത് എപ്പോഴും വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട്. എന്തെങ്കിലും തരത്തിലൊരു പരിഹാര മാർഗം വേണം, അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സ്ഥിരം നിരീക്ഷണം വേണം, ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകണം എന്നൊക്കെയുള്ള ഒരു ആവശ്യം പതിവായി ആ മേഖലയിലുള്ള ആളുകൾ മുന്നോട്ട് വെക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അപകടം ഉണ്ടായപ്പോൾ അതിന്റെ ഒരു ഞെട്ടലിലാണ് ആളുകൾ. കാരണം ഒരാളുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് ഈ അപകടം മാറി എന്നുള്ളതാണ്. ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് ദേഹത്തേക്ക് തന്നെ ഈ മരം വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ പന മറിച്ച് റോഡിലേക്ക് ഇടുകയായിരുന്നു. ഫോട്ടോയിൽ നമുക്ക് മനസ്സിലാകും ആ റോഡ് പൂർണ്ണമായും ആ മരം വീണ് കിടക്കുകയാണ്. അതായത് വെട്ടിച്ചാൽ പോലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ആ റോഡിലേക്ക് പൂർണ്ണമായും മരം വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു. മാത്രമല്ല ആന നിന്നാൽ പോലും കാണാത്ത വിധത്തിൽ മറ്റു മരങ്ങളും അതിനോട് ചേർന്ന് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റോഡിൽ ഇറങ്ങി നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടാണ്. ഇത് അങ്ങനെ പോലൊരു സാധ്യതയില്ലാത്ത ഒരു മേഖലയായിട്ടാണ് ആ ചിത്രത്തിൽ നിന്ന് നമുക്കതിന് സ്ഥലത്തിന്റെ ഒരു സാഹചര്യത്തെ കുറിച്ച് മനസ്സിലാക്കാനും കഴിയും. എന്തായാലും പരിക്കേറ്റ അൽത്താഫിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. കൂടുതൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നേര്യമംഗലത്തെ ഒരു ആശുപത്രിയിലേക്ക് ആദ്യം ഇരുവരെയും എത്തിച്ചു. അവിടെ നിന്നാണ് കോതമംഗലത്തേക്ക് മാറ്റിയത്. പക്ഷേ ആൻമേരിയുടെ ജീവൻ രക്ഷപ്പെടുത്താനായില്ല. ഗുരുതരമായ പരിക്ക് ഈ തലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ മരം വീണതിന്റെ ആഘാതത്തിലേറ്റ പരിക്കാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ബൈക്കും തകർന്ന നിലയിൽ ഉള്ള ചിത്രങ്ങളടക്കം ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിദാരുണമായ സംഭവം എന്ന് തന്നെ പറയണം. കാരണം ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ കാട്ടാന മറിച്ചിട്ട പന ബൈക്ക് യാത്രികയായ വിദ്യാർത്ഥിനിയുടെ ദേഹത്തേക്ക് വീഴുന്നത്. കുട്ടിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. ഈ ആന ആ സമയം റോഡിലേക്ക് ഇറങ്ങാഞ്ഞതും ഒരു വിധത്തിൽ ഇവരെ ആശുപത്രിയിലേക്ക് പെട്ടെന്ന് എത്തിക്കാനുള്ളൊരു കാരണം കൂടിയായല്ലോ റിയ, അല്ലെങ്കിൽ ആ ഒരു ആശങ്ക കൂടി നിന്നേനെ. എന്തായാലും ആൻമരി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. അൽത്താഫിനെ അങ്ങനെയെങ്കിലും എത്തിക്കാൻ പറ്റിയ ഒരു ആശങ്ക ഉണ്ടായിരുന്നു എങ്കിലും കൃത്യസമയത്ത് ഒരു ഇടപെടാൻ അവിടെ ഉണ്ടായല്ലേ? അതെ, നേരത്തെ വാർഡ് മെമ്പർ പറഞ്ഞതനുസരിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കൂടി സഹായത്തോടെയാണ് നാട്ടുകാരടക്കം ചേർന്ന് ഇവരെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് തിരിച്ചു വരാം.